അപ്പോൾ നമ്മളൊരു സദ്യ ആണെങ്കിൽ തന്നെ സദ്യയിൽ ഇപ്പോൾ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവം കൂടുതൽ ആളുകൾക്ക് എന്തായാലും അവിയലായിരിക്കും. കാരണം അവിയൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണ്. മാത്രമല്ല അവിയലുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വേറെ ഒന്നും വേണ്ട, അത് മാത്രം മതി ഊണഴിക്കാൻ. പിന്നെ എല്ലാ കഷ്ണങ്ങളും അതിൽ പെടുന്നുണ്ട്, തേങ്ങ ചതച്ചിടുന്നുണ്ട്. അവിയലിൻ്റെ ഒരു ടേസ്റ്റ് പറഞ്ഞാൽ ഒരു വേറെ തന്നെയാണ്. അപ്പം നമ്മൾ എന്താ വെച്ചാൽ ഇന്ന് ഇവിടെ അവിയലാണ് ഉണ്ടാക്കുന്നത്. ഇന്നിപ്പോൾ നമുക്ക് സ്പെഷ്യൽ അവിയലാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ആരംഭിക്കായി. നമ്മളെ വ്യൂസ് വിത്ത് രാജൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് അവിയൽ വയ്ക്കാനുള്ള നമ്മളെ കഷ്ണങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. പിന്നെ അതിലേക്ക് നമുക്ക് ചതയ്ക്കാനുള്ളത് തേങ്ങ ചെറിയ പച്ചമുളക് കറിവേപ്പില. നമുക്ക് ആദ്യം തന്നെ ചതച്ച് വയ്ക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ കഷ്ണം നുറുക്കലും കാര്യങ്ങളും കഴിഞ്ഞ് വേവിച്ച് പിന്നെ എളുപ്പമുണ്ടല്ലോ. എന്നേതായാലും അവിയലാണ് ഉണ്ടാക്കുന്നത് ഊണിന്. ഇതിപ്പോൾ അവിയൽ മാത്രമാണ്, നമുക്ക് പിന്നെ വേറെ ഒഴിച്ച് കറി മറ്റു കാര്യങ്ങളൊന്നുമില്ല. അവിയലുണ്ടാകുമ്പോൾ പിന്നെ അത് മതിയല്ലോ. അപ്പോൾ നമ്മൾ ഈ ഒരു പരുവത്തിൽ ആദ്യം അത് ചതച്ചെടുത്തു. ഇനിയിപ്പോൾ ഓരോ കഷ്ണങ്ങൾ തോലൊക്കെ ചെത്തി അത് കഴിഞ്ഞിട്ട് വേണം നുറുക്കാൻ. വെള്ളരിക്ക, ചെറിയൊരു വെള്ളരിക്ക, ഒരു പാകത്തിന്. ഇന്നിപ്പോൾ അധികം അളവിലുണ്ടാക്കുന്നില്ല, ഒരു പാകത്തിനുണ്ട്. ഇപ്പോൾ ചെറിയൊരു വെള്ളരിക്ക. പിന്നെ ക്യാരറ്റ്, അതും ഒന്ന്. പാവയ്ക്ക, ഞങ്ങൾ പിന്നെ പാവയ്ക്ക ചേർക്കും. പാവയ്ക്ക ചേർക്കാതെയും അവിയലുണ്ടാക്കുന്നവരുണ്ട്. അപ്പോൾ നമ്മളെ കമൻറ്റിലോ കാണാമല്ലോ. അപ്പോൾ ഞങ്ങൾക്ക് നിർബന്ധമാണ്. ഈ ഭാഗത്തൊക്കെ അവിയലിൽ പാവയ്ക്ക ഇടും ചെയ്യും. പിന്നെ ഒരു പച്ചക്കായ, പച്ച നേന്ത്രക്കായാണ്. അവിയലിന് പിന്നെ വെച്ചാൽ എല്ലാ കഷ്ണങ്ങളും, ഒട്ടുമിക്ക കഷ്ണങ്ങളും ഉണ്ടല്ലോ. അതൊക്കെ ഇത് നന്നാക്കി ഒക്കെ വന്ന് വരുമ്പോഴേക്ക് തന്നെയുണ്ട് സമയം. അതുതന്നെ ഉണ്ട് പണി. മുരിങ്ങാക്കായ, ഇത് നല്ല നാടൻ മുരിങ്ങാക്കായാണ്. ചെറിയൊരു കഷ്ണം ചേന, അപ്പോൾ ഒക്കെ തോലൊക്കെ ചെത്തി കഴുകി. ഇനിയിപ്പോൾ നമുക്ക് നുറുക്കാൻ വേണ്ടത് ഇത് പിന്നെ ഇപ്പോൾ നമുക്ക് ഇങ്ങനെ നീളത്തിലാണല്ലോ നുറുക്കേണ്ടത്. നമ്മൾ സാധാരണ കറിക്ക് നുറുക്കുന്ന പോലെ അല്ലല്ലോ. അപ്പോൾ നീളത്തിൽ പാവയ്ക്ക, ഓരോന്നിങ്ങനെ ഏതായാലും ഈ പാത്രത്തിൽ തന്നെ ഇടാം. പിന്നെ ചേന നമുക്ക് ആദ്യം ഒന്നിങ്ങനെ നേരെ അങ്ങോട്ട് ഈ ഒരു രൂപത്തിൽ ഇങ്ങോട്ട് നേരെ ചെത്തിയെടുക്കാം. എന്നിട്ട് പിന്നെ ഇങ്ങനെ നീളത്തിൽ നുറുക്കിയെടുക്കാം. ഇനിയിപ്പോൾ നമ്മളെ പച്ചപ്പയർ കുറേശ്ശെ, പയർ നല്ല നീളത്തിൽ തന്നെ. മുമ്പൊക്കെ ഞങ്ങൾ എന്നുവെച്ചാൽ ഞാനൊക്കെ കല്യാണ സദ്യക്കൊക്കെ നമ്മൾ നാട്ടിലാകുമ്പോൾ അങ്ങനെ ഉണ്ടല്ലോ. നാട്ടിൽ നമ്മൾ മുമ്പൊക്കെ അങ്ങനെയാണല്ലോ, കാറ്ററിങ്ങും കാര്യങ്ങളൊന്നും അല്ലല്ലോ. അപ്പോൾ ഒരുപാട് നുറുക്കിയിട്ടുണ്ട്.
അവിയലിൻ്റെ കഷ്ണങ്ങളാണെങ്കിലും ഏതാണെങ്കിലും ഏത് സദ്യൻ്റെ കഷ്ണങ്ങൾ. ഇപ്പോൾ ദാ നമ്മൾ ഈ ഒരു ചെമ്പിലാണ് ഇന്ന് വയ്ക്കുന്നത്. ഇതിലാണ്, കാരണം ഇതിൽ ആകുമ്പോഴേ അത് എല്ലാം കൃത്യമായിട്ട് വേവിച്ചെടുക്കാനൊക്കെ പറ്റുള്ളൂ. ഇളക്കണമെങ്കിലൊക്കെ ഇതിലിട്ടിട്ടാണ് വേവിക്കുന്നത്. വെന്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്നിങ്ങനെ കഷ്ണങ്ങളൊക്കെ ഒന്നിന് ചുരുങ്ങും, ഇത്ര ഉണ്ടാവില്ല. മുരിങ്ങക്കായ നമ്മൾ മാറ്റി വയ്ക്കുന്നുണ്ട്, അത് മാത്രം കുറച്ച് കഴിഞ്ഞിട്ട് ചേർക്കാം. ഇതാ ഉപ്പ്, പാകത്തിന് വെള്ളം. അങ്ങനെ അവിയലാകുമ്പോൾ നമുക്ക് വെള്ളത്തോടു കൂടി അല്ലല്ലോ, കട്ടയ്ക്ക് എടുക്കാനുള്ളതല്ലേ. ഇത് വേവിച്ചെടുക്കാണ് വേണ്ടത്. ഇത് ഒന്നങ്ങനെ വേവട്ടെ. നമുക്ക് ഒന്നുകൊണ്ട് അടച്ചു വയ്ക്കാം. ഇനിയിപ്പോൾ അടച്ചു വെച്ച് തുറന്നു. നമ്മൾ മഞ്ഞപ്പൊടി, ലേശം മഞ്ഞപ്പൊടി കൂടി ഇടുന്നുണ്ട്. ഇപ്പോൾ ഇതാ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് മുരിങ്ങക്കായ പിന്നെ പെട്ടെന്ന് വേവും. ഇനി ഇതും കൂടി ചേർത്തിട്ടൊന്ന് വേവിച്ചെടുത്തേ വേണ്ടു, ചെറിയൊരു വേവ്. പിന്നെ അപ്പോഴേക്കും മുരിങ്ങക്കായ വേവും. ഇനി നമ്മൾ നേരെ നല്ല മോര്, നല്ല കട്ടിയുള്ള മോരാണ് അത്. നല്ല പുളിയുള്ളതാണ്, അപ്പോൾ കുറച്ച് മതി അത്. അപ്പോൾ എല്ലാ കഷ്ണങ്ങളും പാകത്തിന് വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അതിലേക്ക് ചതച്ച് വെച്ചത് അത് ചേർക്കണം. ചതച്ചത് അത്യാവശ്യം നല്ല ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല ഉണ്ട്, ശരിക്കും കട്ടയായിട്ട് തന്നെ വരും. കണ്ടോ, അപ്പോൾ നല്ല കട്ടയായിട്ട് തന്നെ വന്നു. ഇന്ന് പാകത്തിന് നല്ല നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇന്ന്. ഇനിയിപ്പോൾ നമുക്ക് കറിവേപ്പില അത് ചേർക്കാം. പിന്നെ പച്ച വെളിച്ചെണ്ണ അത് തുളിച്ചു കൊടുക്കുകയാണ്. ഇതോടുകൂടിയാണ് അവിയലിൻ്റെ ആ ഒരു സ്വാദ് ഒന്നുകൂടി കൂടുന്നത്. ഇപ്പോൾ നമ്മളെ അവിയൽ അതിവിടെ റെഡിയായി. ഇനിയിപ്പോൾ ഊണ് കഴിക്കേ വേണ്ടു. ഊണ് കഴിക്കായി. ഇനിയിപ്പോൾ അവിയൽ കൊടുക്കാം. ഉണ്ടോ, നല്ല കട്ടയായിട്ട് തന്നെ കഴിക്കാൻ നേരത്ത്. ഞാൻ ആദ്യം അങ്ങനെ തന്നെയാണ്, നമുക്ക് നല്ല ഇതായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. പിന്നെ മാങ്ങാച്ചാറ്, കോഴിമുട്ട പുഴുങ്ങിയത്, അങ്ങനെയാണ് ഇപ്പം ഇന്ന്. ഒഴിച്ചു കറിയില്ല. നമുക്ക് പിന്നെ അച്ചാർ ഇതൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ പപ്പടം ഒന്ന് വേണ്ടാന്ന് വെച്ചതാണ്. ഇത് ഇനി എനിക്ക് കഴിക്കാനുള്ളത്, ഞാനേതായാലും കഴിക്കട്ടെ. നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കായി. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടൻ തന്നെ കാണാം.